ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദി 3 എസെൻഷ്യൽ ക്വസ്റ്റ്യൻസ് അസോസിയേറ്റഡ് വിത്ത് എവറി ഇക്കണോമിക് ആക്ടിവിറ്റി? നമ്മളിപ്പോൾ പറഞ്ഞു അറിയണല്ലേ, എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാള് ഡീൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു? The 3 essential questions associated with every economic activity are what to produce and how much to produce. അല്ലേ? എന്താണ്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഇതാണ് മറ്റൊന്ന്. ഇനി വേറൊരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇറങ്ങി തിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്രത്തോളം അത് പ്രൊഡ്യൂസ് ചെയ്യണം, പിന്നെയോ അത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, പിന്നെയോ ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കുന്നത്. ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇറങ്ങി തിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഈ 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം നോക്കിക്കേ. എലിസിഡേറ്റ് ദ നീഡ് ടു പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തെഴുതണം? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് അല്ലെ. മനുഷ്യന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതികൾ ഇല്ലാത്തതാണ്, ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാത്തതാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. as soon as one gets satisfied another crops അല്ലേ. അതായത് ഒരാഗ്രഹം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ആഗ്രഹം അതിന്റെ മുകളിൽ വരും അല്ലേ. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് എപ്പോഴും ഹ്യൂമൻസിന് ഉള്ളത്. However, we may not have the necessary resource to satisfy all our wants. അപ്പം ഹ്യൂമൻസിന് ഇങ്ങനെ എല്ലാവർക്കും തന്നെ ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന് പറഞ്ഞ രീതിയിൽ എല്ലാ രീതിയിലും ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവും. എന്നാൽ ഈ എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള റിസോഴ്സസ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണോ അതിനനുസരിച്ച് അതിനെ എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഏറ്റവും ആദ്യം പ്രയോറിറ്റൈസ് കൊടുക്കുക. അതിന് തൊട്ട് താഴെ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്, പിന്നെ അതിൻ്റെ താഴെ അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ്. അപ്പം അതനുസരിച്ചാണ് നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്കണോമിക് തിങ്കിങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആരായിരുന്നു ഈ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് പറഞ്ഞത്? ആഡം സ്മിത്ത് ആണ് അല്ലേ. ആഡം സ്മിത്ത് ഈസ് ദി ഇക്കണോമിസ്റ്റ് who gave a clear foundation to economics. അപ്പോൾ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് ഒരു നല്ലൊരു അടിത്തറ, അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ കൊടുത്ത ഒരു ചിന്തകനായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. He shared his economic ideas through his famous book Nature and the Causes of Wealth of Nations. Nature and the Causes of the Wealth of Nations എന്ന് പറയുന്നത് ആഡം സ്മിത്തിന്റെ ഒരു ബുക്കാണ്. അദ്ദേഹത്തിന്റെ എക്കണോമിക് പരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചിന്തകളെയെല്ലാം ലോകത്തിന് മുന്നിൽ ഷെയർ ചെയ്തത്, അറിയിച്ചതെല്ലാം ഈ പുസ്തകത്തിലൂടെയായിരുന്നു. He described economics as the study of wealth. അദ്ദേഹം ഇക്കണോമിക്സ് എന്താണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്തത്? വെൽത്ത്, അതായത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഈ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നതെന്നാണ് അദ്ദേഹം ഇക്കണോമിക്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ he wanted limited government intervention in the economic activities. ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഗവൺമെന്റിന്റെ ഇൻ്റർവെൻസ്, അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ ഒരുപാട് കുറയ്ക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് ആഗ്രഹിച്ചത്? ഹി ആർഗ്യൂഡ് ഫോർ മോർ ഫ്രീഡം ടു ഇൻഡിവിജ്വൽസ്. ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിന് ഏറ്റവും കൂടുതൽ ഫ്രീഡം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് ആർഗ്യൂ ചെയ്ത ആളാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരാൾ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടങ്ങി വെച്ചാൽ അദ്ദേഹത്തിനായിരിക്കണം ഏറ്റവും കൂടുതൽ ആ ആക്ടിവിറ്റിയിൽ ഫ്രീഡം എന്നാണ് ആഡം സ്മിത്തിന്റെ കൺസെപ്റ്റ്. അതിൻ്റെ അകത്തെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ ഒരുപാട് കുറയ്ക്കണം, ലിമിറ്റ് ചെയ്യപ്പെടണം എന്നതാണ്. അതായത് ഈ ആക്ടിവിറ്റി, ഇക്കണോമിക് ആക്ടിവിറ്റി നടത്തുന്ന ഇൻഡിവിജ്വലിന്റെ ഫ്രീഡത്തിനേക്കാൾ മുകളിലായിട്ട്
ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവരുത് എന്നാഗ്രഹിച്ച ആളാണ് നമ്മളുടെ എക്കണോമിക്സിൻ്റെ ഫാദറായ ആഡം സ്മിത്ത്. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ദ തിയറി ഓഫ് ലേസസ് ഫെയർ. ഓക്കെ, ലേസസ് ഫെയർ എന്ന് പറയുന്നതാണ് ഈ ഒരു കാര്യത്തെ ഇപ്പം ആഡം സ്മിത്ത് ആഗ്രഹിച്ചത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യത്തെ വിളിക്കുന്നതാണ് തിയറി ഓഫ് ലേസസ് ഫെയർ എന്ന്. അദ്ദേഹത്തിൻ്റെ തിയറിയാണിത്. എന്താണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിൻ്റെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ലിമിറ്റ് ചെയ്യണം, എന്നിട്ട് അവിടെ ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നത് ആരുടെ തിയറിയാണ്? ആഡം സ്മിത്തിൻ്റെ തിയറിയാണ്. ഇതിനെ വിളിക്കുന്ന എന്താണ്? തിയറി ഓഫ് ലേസസ് ഫെയർ. തിയറി ഓഫ് ലേസസ് ഫെയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഹൗ ഡിഡ് ആഡം സ്മിത്ത് ഡിസ്ക്രൈബ് ഇക്കണോമിക്സ്? ഓക്കെ, ആഡം സ്മിത്ത് എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തെ വിവരിച്ചത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് പറയും? നമ്മൾ പറഞ്ഞിരുന്നല്ലേ ആ ഡെഫിനേഷൻ. ആഡം സ്മിത്ത് എങ്ങനെയാണ് ഇക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? ആഡം സ്മിത്ത് ഡിസ്ക്രൈബ്ഡ് ഇക്കണോമിക്സ് ആസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത്. ഓക്കെ, സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആഡം സ്മിത്ത് ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ്? പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഉണ്ടാകുവാനും അതിലൂടെ ലേബർ യൂണിയൻസ് ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമായി തീർന്നു. ഓക്കെ, ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ ഇൻഡസ്ട്രീസ് ആൻഡ് ലേബർ യൂണിയൻ. ഓക്കെ, അപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് പുതിയ പുതിയ പല തരത്തിലുള്ള വ്യവസായങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ലേബർ യൂണിയൻസും ഉണ്ടാവാനായിട്ട് തുടങ്ങി. അതായത് തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടാവാനും തുടങ്ങി. അതായത് പലതരത്തിലുള്ള തൊഴിലുകൾ രൂപപ്പെട്ടു വരുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ലേബർ യൂണിയൻസും ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, there occurred marked changes in technology and production process. അതായത് ഇങ്ങനെ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ഒക്കെ വരികയും ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഒക്കെ ഉണ്ടാകാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ടെക്നോളജികളിൽ ഒരുപാട് ചേഞ്ചസ് വരും. ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ആകുവാനും പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ ഡെവലപ്പ് ആകാനായിട്ടൊക്കെ തുടങ്ങി. ദ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ബൈ കാൾ മാർക്സ് ആർ റൂട്ടഡ് ഇൻ ദിസ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്ന മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നത് കാൾ മാർക്സിൻ്റെ ഐഡിയാസാണ്, ചിന്തകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നത്. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്നതാണ് കാൾ മാർക്സ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? മാർക്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി റോൾ ഓഫ് ലേബേഴ്സ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, ഒരു ഉൽപാദന പ്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ റോള് കൊടുക്കുന്നത് ലേബേഴ്സ് ആണ് എന്ന് മാർക്സ് വിശ്വസിച്ചു. ഓക്കെ, മാർക്സ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ തൊഴിലാളികളുടെ എന്തിനായിരുന്നു? തൊഴിലാളികളുടെ റോളിന്. ഓക്കെ, അതായത് തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന്. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്സ് എന്ത് ചെയ്തത്? ഇമ്പോർട്ടൻസ് കൊടുത്തത്. Okay, he maintained that the basis of production is the manpower of laborers. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളുടെ മാൻ പവർ അല്ലെങ്കിൽ അവരുടെ അധ്വാനം അതാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് ദാറ്റ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ദി റിവാർഡ് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പം ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത് ഈ തൊഴിലാളികളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന റിവാർഡാണ് അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന് കിട്ടുന്ന ഫലമാണ് എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ, however the laborers get only a portion while the lion's share goes to the capitalist as profit. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ പ്രൊഡക്ഷനിൽ ഒരുപാട് അധ്വാനിച്ച് ഇവർ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും, ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടും. എന്നിട്ടോ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തി അതിൽ നിന്നുള്ള റിവാർഡ് കിട്ടിത്തുടങ്ങുമ്പോൾ അതായത് ഇൻകം കിട്ടിത്തുടങ്ങുമ്പം അതിലെ ഏറ്റവും വലിയ ഭാഗവും കിട്ടുന്നത് ക്യാപിറ്റലിസ്റ്റുകൾക്കും, അതായത് ആ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിലെ മുതലാളികൾക്കും
പിന്നീട് ഒരു ചെറിയ പോർഷൻ മാത്രമേ ലേബേഴ്സിനും കിട്ടിയിരുന്നുള്ളൂ. ഓക്കെ, ലേബേഴ്സിന് ആ ഇൻകത്തിൻ്റെ ചെറിയൊരു പോർഷനും, അതേപോലെ തന്നെ ലയൺ ഷെയർ, അതായത് സിംഹഭാഗം എന്ന് വെച്ചാൽ ആ ഒരു ഇൻകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗവും എന്താണ് മുതലാളികൾക്ക്, അതായത് ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ ലാഭമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നടന്ന ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആണോ? അല്ല. ഇങ്ങനെ ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ നടന്നില്ലെങ്കിൽ എന്ത് നടക്കില്ല? ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അവിടെ നടക്കില്ല അല്ലേ? അപ്പം ഇതായിരുന്നു കാൾ മാർക്സിൻ്റെ ടൈമിലൊക്കെ നടന്നിരുന്ന കാര്യം. ഓക്കെ, മാർക്സ് കോൾഡ് ദിസ് സർപ്ലസ് വാല്യൂ. ഇതിനെ മാർക്സ് വിളിച്ചിരുന്നത് എന്താണ്? സർപ്ലസ് വാല്യൂ എന്നാണ്. ഓക്കെ, അതായത് മിച്ചമൂല്യം. ഓക്കെ, അതായത് ഒരു ഇൻകം കിട്ടി, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഒരുപാട് അധ്വാനിച്ച് ലേബേഴ്സ് ഒരുപാട് അധ്വാനിച്ച് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുത്ത് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തി അതിൽ നിന്നൊരു ഇൻകം കിട്ടിയപ്പോൾ ആ ഇൻകത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം ആർക്ക് കൊടുത്തു? ലേബേഴ്സിന് കൊടുത്തു. എന്നിട്ട് അതിലെ ഏറ്റവും വലിയ പങ്കും ഈ മുതലാളികൾ അവരുടെ കൈക്കലാക്കി. ഈ ഒരു പരിപാടിയെ കാൾ മാർക്സ് വിളിച്ചിരുന്നത് സർപ്ലസ് വാല്യൂ എന്നാണ്. ഓക്കെ, അതായത് മിച്ചമൂല്യം എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? ഹി ഡ്രീംഡ് അബൌട്ട് എ സൊസൈറ്റി where there is no difference between the haves and have nots. ഓക്കെ, അതായത് ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ്, അതായത് ആ ഒരു വ്യത്യാസം, ഉള്ളവനുണ്ട് ഇല്ലാത്തവനില്ല എന്ന് പറയുന്ന ആ ഒരു വലിയ വ്യത്യാസം ഇല്ലാത്ത ഒരു സമൂഹം, അതാണ് കാൾ മാർക്സ് സ്വപ്നം കണ്ട സമൂഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും തുല്യമായി ഉണ്ടാവണം. ഓക്കെ, അതായത് ഒരാൾക്ക് മാത്രമല്ല ഉണ്ട് മറ്റാൾക്കൊന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് സമൂഹത്തിൽ ആർക്കും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച ആളാണ് കാൾ മാർക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാൾ മാർക്സിൻ്റെ ഈ ഐഡിയാസും അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ആഗ്രഹങ്ങളും ഇതെല്ലാം ഇരുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ അറിയിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെയ്ൻ ചെയ്യിപ്പിച്ചിരുന്നത് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ്. അതായത് മൂലധനം. ഓക്കെ, മൂലധനം, ദാസ് ക്യാപിറ്റൽ, കാൾ മാർക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഈ ഒരു കൃതിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാം എന്ത് ചെയ്തത്? ലോകത്തെ അറിയിച്ചത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മറ്റൊരാളായിരുന്നു ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, അപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഫീൽഡിൽ ഒരുപാട് പുതിയ പുതിയ പ്രിൻസിപ്പിൾസ് പ്രസൻറ്റ് ചെയ്ത ആളാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ ഒരു പിക്ചർ, ഒരു പെയിൻറ്റിംഗ് ആണിത്. ഓക്കെ, ഇനി he believed that wealth should ultimately result in the welfare of the society. ഒരു സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം സമ്പത്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. ഓക്കെ, അപ്പം വെൽത്ത് ഷുഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അത് സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യണം. ഇനിയും എക്കണോമിക് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി വെൽഫെയർ ഓറിയൻറ്റഡ്. ഓക്കെ, മനുഷ്യൻ്റെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ് ഓരോ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും അദ്ദേഹം പറഞ്ഞു. These principles are contained in his work Principles of Economics. പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസൊക്കെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇക്കണോമിയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മളുടെ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വെൽത്തിൽ നിന്ന് കിട്ടുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്തിനുള്ളതായിരിക്കണം? സമൂഹത്തിൻ്റെ വെൽഫെയറിന്, ക്ഷേമത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. അതേപോലെ തന്നെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും എന്തിനുള്ളതായിരിക്കണം? മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം. ഓക്കെ, ഇതാണ് അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെ പറഞ്ഞ പ്രിൻസിപ്പിൾസ്. ഓക്കെ, the world population reached 160 crore at the beginning of the 20th century and kept increasing. ഓക്കെ, ഒരു 20ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് 20th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴത്തേക്ക് വേൾഡിലെ പോപ്പുലേഷൻ, ഓക്കെ, ജനസംഖ്യ 160 കോടിക്ക് മുകളിലായി. അത് മാത്രമല്ല അതെന്ത് ചെയ്തു? പിന്നീട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഓക്കെ, ഇനി
Are we able to produce resources for such a multitude of population? അപ്പോൾ 20ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് 20th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴത്തേക്ക് 160 കോടിക്ക് മേളിൽ പോപ്പുലേഷൻ എത്തി എന്ന് പറഞ്ഞത് മാത്രമല്ല അവിടെ നിന്നില്ല, പിന്നീടും എന്താണ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സ് നമുക്കുണ്ടോ എന്നാണ് ചോദ്യം. നമുക്കുണ്ടോ അത്? നമുക്കത് നോക്കിയാലോ. ഇപ്പോൾ ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആയിരുന്ന ലയണൽ റോബിൻസിൻ്റെ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ ഉയർന്ന 2 ചോദ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ട. ആർ വി ഏബിൾ ടു പ്രൊഡ്യൂസ് റിസോഴ്സ് ഫോർ സച്ച് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പോപ്പുലേഷൻ, അതേപോലെ തന്നെ ഹൗ ക്യാൻ വി ജുഡീഷ്യലി യൂട്ടിലൈസ് ദ ലിമിറ്റഡ് റിസോഴ്സസ്. ഈ 2 ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ലയണൽ റോബിൻസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റിൻ്റെ ഉള്ളിലുണ്ടായ 2 ചോദ്യങ്ങളാണിത്. എന്തൊക്കെയെന്ന് കാര്യമായിട്ടുള്ള ചോദ്യമാണല്ലേ. പറഞ്ഞു 20ാമത്തെ നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് 160 മേളിലായിട്ട് എന്താ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു. സ്റ്റിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് നമുക്കുണ്ടോ? പിന്നെ മറ്റൊരു ചോദ്യം എന്തായിരുന്നു, ഹൗ ക്യാൻ വി ജുഡീഷ്യസ്ലി യൂട്ടിലൈസ് ദി ലിമിറ്റഡ് റിസോഴ്സസ്. നമുക്കുള്ള ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് എങ്ങനെ ഇത്രയും ജനങ്ങളെ അവർക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസിനെ കൊണ്ട് ചിന്തിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? കോൺസെൻട്രേറ്റ് ഓൺ ദി എവർ ഇൻക്രീസിങ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് നടത്തിയത് ഇതിലായിരുന്നു. അതായത് ലിമിറ്റഡ് റിസോഴ്സും അതേപോലെ തന്നെ ഒരുപാട് വാണ്ട്സും. അതായത് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ആൾക്കാരുടെ നീഡ്സും കൂടിക്കൊണ്ടിരിക്കും. ഓരോ വ്യക്തിയുടെയും നീഡ്സ് അൺലിമിറ്റഡ് ആണ്. അങ്ങനെയുള്ളപ്പോൾ അത്രയും വലിയൊരു പോപ്പുലേഷൻ, ഓക്കെ, അത്രയും വലിയൊരു പോപ്പുലേഷനും പിന്നെ പക്ഷേ പോപ്പുലേഷൻ അത്രയും ഉണ്ടെങ്കിലും നമ്മൾ റിസോഴ്സസ് വളരെ കുറവാണ്. അപ്പം ഇങ്ങനെയൊരു മേഖലയിലോട്ട് അദ്ദേഹത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച 2 ചോദ്യങ്ങളായിരുന്നു അത് 2 എണ്ണം. ഓക്കെ, അപ്പം ലയണൽ റോബിൻസിൻ്റെ ഒരു പിക്ചറാണിത്. ഇദ്ദേഹമാണ് ലയണൽ റോബിൻസ്, ബ്രിട്ടീഷ് ഇക്കണോമിസ്റ്റ് ആണ് ഇദ്ദേഹം. Okay, he suggested that we should prioritize our wants for the judicious utilization of limited resources. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളുടെ ആവശ്യങ്ങളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഒരു ഐഡിയയെ ഏറ്റവും ആദ്യം പ്രൊപ്പോസ് ചെയ്തത് ഈ ലയണൽ റോബിൻസ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹം സജസ്റ്റ് ചെയ്ത കാര്യമാണ് വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ് ഫോർ ദി ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം പരിമിതമാണ് നമുക്കുള്ള വിഭവങ്ങൾ, പക്ഷേ അതെന്തായിട്ട് ഉപയോഗിക്കണം? വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണം, എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അതിനെന്ത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞത്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ മറ്റൊരാളാണ് പോൾ എ സാമുവൽസൺ. അദ്ദേഹം ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആണ്. ഹി പ്രസന്റഡ് ഹിസ് ഐഡിയാസ് ഇൻ ദി ബിഗിനിങ് ഓഫ് ദി 20th സെഞ്ച്വറി. ഓക്കെ, അപ്പം ഇക്കണോമിക് ഐഡിയാസ് തന്ന ലയണൽ റോബിൻസിനെ പോലെ മറ്റൊരാളാണ് പോൾ എ സാമുവൽസൺ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത് ഒരു 20th സെഞ്ച്വറിയിലായിരുന്നു. ഓക്കെ, ഇദ്ദേഹമാണ് പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ ഇക്കണോമിസ്റ്റ്. Okay, he maintained that a nation's financial stability depends on the efficient economic planning and proper utilization of resources. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു നേഷൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നെന്നാണ് പറയുന്നത്? എഫിഷ്യൻറ്റ് ഇക്കണോമിക് പ്ലാനിങ്. ഓക്കെ, അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇക്കണോമിക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക്. അതായത് മികച്ച സാമ്പത്തിക ആസൂത്രണം. പിന്നെയോ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത്
വിഭവ വിനിയോഗത്തിൻ്റെയും എന്താണ് വളരെ ഫലപ്രദമായ വിനിയോഗം, അല്ലെങ്കിൽ നമ്മളുടെ റിസോഴ്സസിനെ നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ പഠിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ നേഷൻ്റെ, അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികം ഭദ്രമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പം പോൾ എ സാംസൺ എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക്സ്, അല്ലെങ്കിൽ സാമ്പത്തികം സ്റ്റേബിൾ ആയിരിക്കണം, ഭദ്രമായിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആ രാജ്യം ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? ഒരു എഫിഷ്യൻറ്റ് ഇക്കണോമിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് വളരെ വ്യക്തമായ ഒരു സാമ്പത്തിക ആസൂത്രണം വേണം. പിന്നെ ആ രാജ്യത്ത് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതിനെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമ്പത്ത് ഭദ്രമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇക്കണോമിക്സിൻ്റെ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ബ്രിട്ടീഷ് തിങ്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അമേരിക്കൻ തിങ്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഇന്ത്യയിലും ഇതേപോലെ തന്നെ ഇക്കണോമിക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഇക്കണോമിക് തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യൻ തിങ്കേഴ്സ് ഹാവ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ഇക്കണോമിക്സ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ചിന്തകന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യസ് ഇക്കണോമിക് തോട്ട്സ് ഡേറ്റ് ബാക്ക് ടു ദി മൗര്യ ഡൈനാസ്റ്റി. ഓക്കെ, അതായത് മൗര്യ സാമ്രാജ്യത്തോളം, അതായത് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് പഴക്കമുള്ള സാമ്രാജ്യമാണ്, പണ്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമാണ്. ആ കാലത്തോളം എന്തുണ്ട്? പഴക്കമുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ചാണക്യ, the chief advisor of Chandragupta Maurya, wrote the famous Arthashastra, is a major work of Indian economic thoughts. Okay, ചാണക്യയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ചന്ദ്രഗുപ്ത മൗര്യരുടെ ഒരു ചീഫ് അഡ്വൈസർ ആയിരുന്നു, ഉപദേശകനായിരുന്നു ചാണക്യ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, അല്ലെങ്കിൽ ഒരു കൃതിയാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇക്കണോമിക് തോട്ട്സ്, സാമ്പത്തിക ചിന്തകളെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയ ഒരു കൃതിയാണ് ഈ അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് അർത്ഥശാസ്ത്ര. ഇതാണ് ചാണക്യയുടെ ഒരു പെയിന്റിംഗ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി lack of effective economic activities can bring a nation to ruin. ഓക്കെ, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു നേഷൻ, ഒരു രാജ്യത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്ന പറയുന്നത്? രാജ്യത്തെ നശിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതായത് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, അപ്പം നല്ലൊരു ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു രാജ്യത്തിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം എന്തിന് റിസൾട്ട് ചെയ്യും? ആ രാജ്യത്തിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ നാശത്തിലേക്ക് അത് നയിക്കും. ഓക്കെ, അപ്പോൾ ഫലപ്രദമായ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു രാജ്യത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. He emphasized the importance of following the right policies for a nation's progress. Okay, ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി, അതായത് പുരോഗതിക്ക് വേണ്ടിയിട്ട് ശരിയായിട്ടുള്ള പോളിസീസ്, നയങ്ങൾ ആവശ്യമാണ് എന്ന് ഈ ചാണക്യ പറഞ്ഞിരുന്നു. ഓക്കെ, ദിസ് വുഡ് ഹെൽപ്പ് ദ നേഷൻ ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് റവന്യൂ. ഇങ്ങനെയുള്ള പോളിസീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാജ്യത്തിൻ്റെ വരുമാന നഷ്ടം കുറയ്ക്കാനായിട്ട് സർക്കാരിന് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും പോളിസീസും വേണമെന്നാണ് ചാണക്യ പറഞ്ഞത്. ഇങ്ങനെയുള്ള പോളിസീസിലൂടെ, പ്ലാനിങ്ങിലൂടെ എന്താണ്? ആ രാജ്യത്തിൽ നിന്നുള്ള എന്തുണ്ട്? വരുമാനം ഉണ്ടല്ലേ, ഒരു രാജ്യത്തിൽ വരുമാനം ഉണ്ടാവും അല്ലേ, ആ വരുമാന നഷ്ടം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും എന്നാണ് ചാണക്യ പറയുന്നത്. ഓക്കെ, ചാണക്യ played a key role in making Magadha a powerful nation.
ഓക്കെ, അപ്പം മഗധ എന്ന രാജ്യത്തെ ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടൊരു പവർഫുൾ നേഷനായിട്ട് ഡെവലപ്പ് ആകാനായിട്ട് ഉള്ളതിന് പിന്നിൽ എന്താ ചാണക്യ നല്ലൊരു ഒരു സ്ഥാനം അല്ലെങ്കിൽ നല്ലൊരു റോള് വഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്, അദ്ദേഹത്തിൻ്റെ പോളിസീസ് ഒക്കെ മഗധ എന്ന രാജ്യത്തെ സമ്പന്നമാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ മറ്റൊരു വെൽ നോൺ ഇക്കണോമിക് തിങ്കർ ആയിരുന്നു ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഓക്കെ, ദാദാഭായ് നവറോജി വാസ് എ വെൽ നോൺ ഇക്കണോമിസ്റ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു വെൽ നോൺ ഇക്കണോമിസ്റ്റ് ആയിരുന്നു ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ ഒരു ടൈമിൽ, ഓക്കെ, ആ ഒരു ടൈമിലെ ഒരു വെൽ നോൺ ഇക്കണോമിസ്റ്റ് ആയിരുന്നു ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. ഇതാണ് ദാദാഭായ് നവറോജി. ഓക്കെ, ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ്. Okay, he pointed out that Britishers were draining our resources and that this led to economic crisis and poverty. ഓക്കെ, അപ്പം അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇക്കണോമിക് ക്രൈസിസുകളും പോവേർട്ടിയും, അതായത് സാമ്പത്തിക തകർച്ചകളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാവാനായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം ബ്രിട്ടീഷുകാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അവര് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്നതാണ് ദ ഡ്രെയിൻ തിയറി, അതായത് ചോർച്ച സിദ്ധാന്തം. അദ്ദേഹം പറഞ്ഞ ഈ ഒരു കാര്യത്തെ വിളിക്കുന്നതാണ് ദ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. എന്താണ് ഡ്രെയിൻ തിയറി? ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ സമ്പത്ത് എന്ത് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്തെടുക്കുന്നു, വലിച്ച് എടുത്ത് യൂസ് ചെയ്തു. അത് എന്തിലോട്ട് നയിച്ചു? ഇന്ത്യയിലെ ഇക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക തകർച്ചയിലോട്ടും അതേപോലെ തന്നെ പോവേർട്ടിയിലോട്ടും, ദാരിദ്ര്യത്തിലോട്ടും ഇന്ത്യയെ നയിച്ചു. ഓക്കെ, The main reasons for the drain of resources were സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കവർന്നെടുത്തു, ചോർച്ച ചെയ്തെടുത്തു നമ്മൾ പറഞ്ഞു. അതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. The British officers in India were paid high salaries. ഇന്ത്യ ഭരിക്കാൻ വന്നപ്പോൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഓഫീസറുകൾക്ക്, അതായത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വളരെ ഉയർന്ന സാലറി ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ സാമ്പത്തിക ചോർച്ചയുടെ ഒന്നാമത്തെ കാരണം ഇതായിരുന്നു. ഓക്കെ, പിന്നെയോ ഗുഡ്സ് മെയ്ഡ് ഫ്രം ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ബോട്ട് അറ്റ് എക്സ്ട്രീംലി low price were sold at high price in the Indian market. അതായത് ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ്, അതായത് ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ചിട്ട് അതുകൊണ്ട് എന്തുണ്ടാക്കും, പ്രൊഡക്ട്സ് ഉണ്ടാക്കും. അതായത് ഇന്ത്യയിൽ പ്രസന്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന റിസോഴ്സിനെ, അതായത് റോ മെറ്റീരിയൽസിനെ അവര് വാങ്ങി കൂട്ടിവെക്കും. എന്നിട്ട് അതുകൊണ്ട് അവര് എന്ത് ചെയ്യും, പ്രൊഡക്ട്സ് ഉണ്ടാക്കും. എന്നിട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ അതെന്ത് ചെയ്യും, ഹൈ പ്രൈസിൽ, അതായത് വലിയ വിലയ്ക്ക് എന്ത് ചെയ്യും, വിറ്റഴിക്കും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തെ കാരണം. ഓക്കെ, തുച്ഛമായ വില നൽകി ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കും. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനം എടുത്ത് അവർ ഒരു സാധനം ഉണ്ടാക്കി അതിന് തോന്നുന്ന പോലെ വില കൂട്ടിയിട്ട് ഇവിടെ മാർക്കറ്റിൽ വിൽക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദി ബ്രിട്ടീഷ് എംപയർ. ഓക്കെ, ബ്രിട്ടീഷിന്റെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സമ്പത്ത് എന്ത് ചെയ്തു, അവര് കൊള്ളയടിച്ചു, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു. എന്നിട്ട് ബ്രിട്ടീഷുകാരുടെ എംപയർ, അവരുടെ സാമ്രാജ്യം അവര് വിസ്തീർണപ്പെടുത്തി, അതായത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തു. ഓക്കെ, ഇന്ത്യൻ ലേബേഴ്സ് were treated as slaves and farm and industrial products were exported to England. ഓക്കെ, ഇതാണ് മറ്റൊരു കാരണം, നമ്മളുടെ സമ്പത്തിന് ചോർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം. എന്താണ്, ഇന്ത്യയിലെ തൊഴിലാളികളെ അടിമകളെ പോലെയാണ്
ട്രീറ്റ് ചെയ്ത്, അടിമകളെ പോലെയാണ് പണിയെടുപ്പിച്ചത്. പിന്നെയോ കാർഷിക ഉൽപ്പന്നങ്ങളും ഇതിൽ നിന്ന് ഇവിടെ ഇന്ത്യയിലുള്ള തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സും, അതായത് വ്യവസായ ഉൽപ്പന്നങ്ങളും ഒക്കെ എന്ത് ചെയ്തു? അവര് ഇംഗ്ലണ്ടിലേക്ക്, ബ്രിട്ടനിലോട്ടൊക്കെ എന്ത് ചെയ്തു? കയറ്റി അയച്ചു. ഓക്കെ, അവിടെയും എന്താണ് സംഭവിച്ചത്? നമ്മളുടെ സമ്പത്തിന്റെ ചോർച്ച. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എന്ത് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്തിനെ ചോർച്ച ചെയ്തെടുക്കാനായിട്ട്, ഡ്രെയിൻ ചെയ്തെടുക്കാനായിട്ടുള്ള കാരണമായിട്ട് തീരുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു ദാദാബായ് നവറോജി, വാട്ട് വാസ് ദ റീസൺ ഫോർ ഇക്കണോമിക് ക്രൈസിസ് ആൻഡ് പോവർട്ടി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ചയ്ക്കും അതേപോലെ തന്നെ ദാരിദ്ര്യത്തിനും ഒക്കെ കാരണമായി തീർന്നത് എന്താണെന്നാണ് ദാദാബായ് നവറോജി അനുസരിച്ച് എന്താണെന്നാണ് ചോദ്യം. അതായത് ദാദാബായ് നവറോജിയുടെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും ദാരിദ്ര്യത്തിനും കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുതേണ്ടത്. എന്താണ്? ദാദാബായ് നവറോജി പ്രൊപ്പോസ് ദാറ്റ് ബ്രിട്ടീഷേഴ്സ് വർ ഡ്രെയിനിങ് അവർ റിസോഴ്സസ് ദാറ്റ് ദീസ് ലെഡ് ടു ദി ഇക്കണോമിക് ക്രൈസിസ് ആൻഡ് പോവർട്ടി. അല്ലേ, അദ്ദേഹം എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാര് നമ്മളുടെ റിസോഴ്സസിനെ, നമ്മളുടെ സമ്പത്തിനെ അവർ ചോർച്ച ചെയ്തെടുക്കുകയാണ്, കവർ ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യയിൽ എന്തു വന്നത്? സാമ്പത്തിക തകർച്ചകളും ദാരിദ്ര്യവും ഒക്കെ വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? The studies of Ramesh Chandra Dutt on British exploitation of India also strengthened the Indian economic thought. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് തോട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത, അല്ലെങ്കിൽ സാമ്പത്തിക ചിന്തയിൽ ഇന്ത്യയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റൊരാളാണ് രമേശ് ചന്ദ്ര ദത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠന മേഖല എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇന്ത്യയെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റ് ചെയ്തത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം. ഓക്കെ, അപ്പോൾ ഈ രമേശ് ചന്ദ്ര ദത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ റിവീൽ ചെയ്ത കാര്യം, തെളിയിച്ചെടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ദ വെസ്റ്റേൺ സിവിലൈസേഷൻ ആൻഡ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ റൂയിൻഡ് ഇന്ത്യ. ഓക്കെ, എങ്ങനെയാണ് വെസ്റ്റേൺ സിവിലൈസേഷനും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളൊക്കെ ഇന്ത്യയെ തകർത്തത് എന്നതാണ് അദ്ദേഹം, അതായത് ചന്ദ്രദത്ത്, രമേശ് ചന്ദ്രദത്ത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിയൻ എക്കണോമിക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, it was Mahatma Gandhi, the father of our nation, who contributed original ideas in economics since Dadabhai Naoroji. ഓക്കെ, മഹാത്മാഗാന്ധി ആരാന്ന് നമുക്കറിയാം അല്ലേ? ഫാദർ ഓഫ് അവർ നേഷൻ. ഓക്കെ, നമ്മുടെ നേഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, ഇനി ദാദാബായ് നവറോജിക്ക് ശേഷം ഇന്ത്യൻ എക്കണോമിക്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ഐഡിയാസ്, ചിന്തകൾ, അല്ലെങ്കിൽ ഒറിജിനൽ ഐഡിയാസ് നമുക്ക് നൽകി തന്ന മറ്റൊരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഹിസ് ഐഡിയാസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിസ് ഫസ്റ്റ് ബുക്ക് ഹിന്ദ് സ്വരാജ്, പബ്ലിഷ്ഡ് ഇൻ 1909. ഓക്കെ, അപ്പം 1909 അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഹിന്ദ് സ്വരാജ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ആ ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കായിരുന്നു ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത്. ആ ബുക്കിൽ അദ്ദേഹത്തിന് ഉള്ള ഇക്കണോമിക് തോട്ട്സ്, ഐഡിയാസ് ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഗാന്ധിജീസ് ഐഡിയാസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂസ് ആൻഡ് റൂറൽ ഇക്കോണമി. അതായത് ധാർമ്മിക മൂല്യങ്ങൾക്കും അതേപോലെ തന്നെ മോറൽ വാല്യൂസിന്, അതേപോലെ തന്നെ റൂറൽ ഇക്കണമിക്ക് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ഐഡിയ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ഐഡിയയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് മോറൽ വാല്യൂവിനും പിന്നെ റൂറൽ ഇക്കണമിക്കും വേണ്ടിയിട്ട്. ഓക്കെ, ഹിസ് ഐഡിയ ഓഫ് ട്രസ്റ്റിഷിപ്പ് ലെഡ് ടു ദി ഫ്രഷ് തോട്ട്സ് ഇൻ ദി ഏരിയ.
ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാകാനായിട്ട് കാരണമായി തീർന്നു. Through trusteeship, Gandhiji aimed at an economy which is founded on truth and non-violence. അതായത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ട്രസ്റ്റിഷിപ്പ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്, ഗാന്ധിജി ആഗ്രഹിച്ചത്. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ഐഡിയാസിനെയൊക്കെ ഏതൊക്കെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു സാമ്പത്തികപരമായ ഗാന്ധിജിയുടെ ഐഡിയാസ് എന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് പ്രയോറിറ്റി ടു റൂറൽ അഗ്രികൾച്ചർ സിസ്റ്റം, അതായത് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഗ്രാമത്തിലെ കർഷകർക്ക് അല്ലെങ്കിൽ ഗ്രാമത്തിലെ കാർഷിക മേഖലകൾക്ക് എന്താണ് പ്രാധാന്യം കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്. മറ്റൊന്ന് എംഫസൈസ് ഓൺ സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതായത് കുടിൽ വ്യവസായങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും എന്ത് ചെയ്യണം, പരിഗണന കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഗാന്ധിജിയുടെ മറ്റൊരു ഐഡിയ എന്താണെന്ന് നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് ആൻ ഇക്കോണമി ബിൽട്ട് ഓൺ ഇക്വാലിറ്റി. ഓക്കെ, അതായത് സമത്വത്തിൽ ബേസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അതിൻ്റെ രൂപീകരണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ മറ്റൊരു ഐഡിയ. ഓക്കെ, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതായത് ഇക്കണമി വിച്ച് ഈസ് ബിൽട്ട് ഓൺ ഇക്വാലിറ്റി, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കണം, ഈക്വാലിറ്റി സമത്വം ഉണ്ടായിരിക്കണം. എവിടെ? ഇക്കണോമിക് ആക്ടിവിറ്റീസിലും. ഓക്കെ, ഇക്കണമിയിലും എല്ലാവരും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ ഈക്വാലിറ്റിയെ ബേസ് ചെയ്തുള്ള ഒരു ഇക്കണമി ആയിരിക്കണം ഫോം ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്നെന്താ, എ സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ ഇക്കണമി, അതായത് സ്വയം പര്യാപ്തവും സ്വയാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ വളർത്തിയെടുക്കണം, അവർ സ്വയം പര്യാപ്തരായിരിക്കണം, അതേപോലെ തന്നെ എന്താണ്, സ്വയാശ്രയവുമായിരിക്കണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്. ഓക്കെ, മെനി ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് വെർ ഇംപ്രസ്ഡ് ബൈ ദ ഇക്കണോമിക് ഐഡിയാസ് ഓഫ് ഗാന്ധിജി. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ഈ ചിന്തകളോട് ഒരുപാട് ഇംപ്രസ്ഡ് ആയിരുന്നു ഒരുപാട് മറ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ സാമ്പത്തിക ചിന്തകരൊക്കെ. ഓക്കെ, ഈ ഐഡിയാസൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നതായിരുന്നു അവരൊക്കെ. ഓക്കെ, ഇക്കണോമിസ്റ്റ് ലൈക്ക് JC കുമാരപ്പ, അതായത് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഗാന്ധിജിയുടെ ഈ ഐഡിയാസിനോട് ഇംപ്രസ്ഡ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന മറ്റ് ഇക്കണോമിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ചിന്തകരായിരുന്നു ഇവരെല്ലാം. JC കുമാരപ്പ, ശ്രീമാൻ നാരായൺ, അതേപോലെ തന്നെ ധരംപാൽ. ഓക്കെ, ഇവർക്കും എന്തായിരുന്നു ആവശ്യം, ഇവരും ആഗ്രഹിച്ചത് എന്താണ്, വാണ്ടഡ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് ടു ഗീവ് പ്രയോറിറ്റി ടു അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഒരു സ്വതന്ത്ര ഇന്ത്യ അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അഗ്രികൾച്ചറിനും, അതായത് കൃഷിക്കും, അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കും ആയിരിക്കണം, അതായത് ചെറുകിട വ്യവസായങ്ങൾക്കും ആയിരിക്കണം ഇന്ത്യ, ഒരു സ്വതന്ത്ര ഇന്ത്യ ഏറ്റവും മുൻഗണന, ഇക്കണോമിക് പരമായിട്ട് മുൻഗണന കൊടുക്കേണ്ടത് ഒരു കൃഷിക്കും അതേപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ ആയിരിക്കണം എന്നാണ് ആരും ആഗ്രഹിച്ചത്, ഈ ഇക്കണോമിക് തിങ്കേഴ്സും ആഗ്രഹിച്ചത്. ഓക്കെ, ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജിയുടെ ഐഡിയാസിനോടൊപ്പം തന്നെ ഇംപ്രസ്ഡ് ആയിരുന്നു ഇവരുടെ ഈ ഐഡിയാസും. എന്താ ആരൊക്കെയായിരുന്നു അവര്? JC കുമാരപ്പ, ശ്രീമാൻ നാരായൺ ആൻഡ് ധരംപാൽ. ഓക്കെ, ഇതുപോലെ മറ്റൊരു ഫേമസ് ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ഇക്കണോമിക്സിൽ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1998 1998 ഒരു നോബൽ പ്രൈസൊക്കെ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നോബൽ പ്രൈസൊക്കെ അദ്ദേഹം റിസീവ് ചെയ്തിരുന്നു. ഓക്കെ, ഇതാണ് അമർത്യ സെൻ. ഓക്കെ, his major works covered vast areas like welfare economics, economic inequality and development.
ഓക്കെ, അതായത് ഇക്കണോമിക്സിലെ മനുഷ്യക്ഷേമം, അതേപോലെ തന്നെ ഇക്കണോമിക്സിലെ സാമ്പത്തികത്തിലെ ഇനിക്വാലിറ്റീസ്, അതായത് അസമത്വം, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. ഓക്കെ, ഇത്രയും ഏരിയകളിലൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, വർക്ക് ചെയ്ത് പഠനങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഓക്കെ, ഹി പോയിന്റ് ഔട്ട് ദി ഫ്ലോസ് ഇൻ ഡിറ്റർമിനിങ് ദി പോവേർട്ടി ലൈൻ. ഓക്കെ, ഒരു ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത എന്തൊക്കെയാണ് എന്ന് അമർത്യ സെൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപ്പം ഇന്ത്യയിലെ ഒരു ദാരിദ്ര്യ രേഖ നിർണയിച്ചിരിക്കുന്നതിൽ എന്തെല്ലാം തരത്തിലുള്ള അപാകത ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പോവേർട്ടി, അതായത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഠനം, ഇൻഇക്വാലിറ്റി അസമത്വത്തെക്കുറിച്ചുള്ള പഠനം, ഫെമൈൻ അതായത് ക്ഷാമം, ഇതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നടത്തിയിരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്തായാലും നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇക്കണോമിക് തോട്ട്സ് അല്ലേ. ഇക്കണോമിക് തോട്ട്സിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? പ്രൊഡക്ഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, കൺസംഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഡിഫറെൻറ്റ് ഇക്കണോമിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ് ഏറ്റവും ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ ഏറ്റവും ബേസിക് പ്രോബ്ലംസിനെ അനലൈസ് ചെയ്താണ് ഒരു ഇക്കണോമി പ്ലാൻ ചെയ്യുന്നത്, പുതിയ ഐഡിയാസ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ ഏറ്റവും ബേസിക് പ്രോബ്ലംസിൽ പെടുന്നത് എന്താണ്? ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ഒരാൾ തുടങ്ങുമ്പോൾ ആ ഒരു 3 ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യണം. അതിനെ ഡീല് ചെയ്തിട്ടാണ് ഒരു ഇക്കണോമി ആക്ടിവിറ്റി സക്സസ്ഫുൾ ആക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ ചോദ്യം വാട്ട് അല്ലേ, അതായത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടോ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യണം, എന്താണ് അതിനുള്ള മെത്തേഡ്, അതാണ് നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ് പഠിച്ചത്. പിന്നെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്ഷൻ അത് ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കണം എന്നൊക്കെ നമ്മളവിടെ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഡിഫറെൻറ്റ് ഇക്കണോമിക് ചിന്തകരെ കുറിച്ച് അല്ലേ, ഇക്കണോമിക് തിങ്കേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പം അതിൻ്റെ അകത്ത് ഏതെല്ലാം 2 കാറ്റഗറിയിലുള്ള ഇക്കണോമിക് തിങ്കേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് യൂറോപ്യൻ ഇക്കണോമിക് തിങ്കേഴ്സ്, അതിൻ്റെ അകത്ത് നമ്മൾ ആഡം സ്മിത്തിൻ്റെ കാര്യം പറഞ്ഞു, കാൾ മാർക്സിൻ്റെ കാര്യം പറഞ്ഞു, ആൽഫ്രഡ് മാർഷലിൻ്റെ കാര്യം പറഞ്ഞു, ലയണൽ റോബിൻസിൻ്റെ കാര്യം പറഞ്ഞു, പോളി സാമുവൽസണിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇതെല്ലാം എന്താണ് ഇക്കണോമിക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞ മറ്റൊരു കാറ്റഗറി ഏതായിരുന്നു? ഇന്ത്യൻ ഇക്കണോമിക് തിങ്കേഴ്സ് അല്ലേ. ഇന്ത്യൻ ഇക്കണോമിക് തിങ്കേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ചാണക്യയുടെ ആയിരുന്നു അർത്ഥശാസ്ത്രം അല്ലേ. പിന്നെന്താ പറഞ്ഞത്? ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞു. അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ഡ്രെയിൻ ചെയ്തെടുത്തത് എന്നുള്ള ഡ്രെയിൻ തിയറിയൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ രമേശ് ചന്ദ്ര ദത്തയെക്കുറിച്ച് പറഞ്ഞു, ഗാന്ധിജിയുടെ ഇക്കണോമിക് തോട്ട്സുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അമർത്യ സെന്നിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇക്കണോമിക്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഡിഫറെൻറ്റ് ഇക്കണോമിക് തിങ്കേഴ്സിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് നമ്മൾ ഡീല് ചെയ്യണം, എങ്ങനെ ഒരു ഇൻകത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാം പോയിൻ്റ് ഗൈഡിൽ അവൈലബിൾ ആണ്. ഞാൻ ആ ഗൈഡ് റെഫർ ചെയ്തിട്ടാണ് ചാപ്റ്ററിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.